എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് +1 ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാന്റ് കിങ്ഡത്തിലെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +1 +2 കുട്ടികൾക്കുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ഫോക്കസ്ഡ് ഏരിയയിൽ വരുന്ന പോർഷൻസ് ആണ് ആൽഗെ, ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഏരിയാസ് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി ഇപ്പോഴത്തെ നമ്മുടെ എക്സാമിന്. നമുക്കറിയാം, പ്ലാന്റ് കിങ്ഡത്തിൽ കിങ്ഡം പ്ലാന്റിനെ 5 ഗ്രൂപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേം. ഏറ്റവും ഫസ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൽഗെ മുതൽ അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങനെ പോയി വന്നിട്ട് ലാസ്റ്റ് വൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരെ ഉള്ള ഗ്രൂപ്പാണ് കിങ്ഡം പ്ലാന്റിലുള്ളത്. നമുക്കറിയാം, ആൽഗെ എന്ന് പറയുന്നത് ആദ്യത്തെ ഗ്രൂപ്പാണ്, സിംപ്ലസ്റ്റ് ഗ്രൂപ്പാണ്. കാരണം അതിലുള്ള ഓർഗാനിസംസ് ഒക്കെ അങ്ങനെ അത്ര അങ്ങോട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടില്ല. നമ്മുടെ ആൽഗെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രീൻ മാസാണ്. അതിന് റൂട്ട്, ലീഫ്, സ്റ്റെമ്മ്, ഫ്ലവർ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ആൽഗേൻ്റെ ആ ഒരു ബോഡിയെ നമ്മൾ പറയുന്ന പേരാണ് താലസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആൽഗേനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആൽഗെ എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബിയറിംഗ് താലോയിഡ് ഓർഗാനിസം ആണ്. ഇവർക്ക് പ്ലാന്റിൻ്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ ഉണ്ട്. ദേ ഹാവ് ദി കപ്പാസിറ്റി ഫോർ ഫോട്ടോസിന്തസിസ്. സോ ദേ ആർ ക്ലോറോഫിൽ ബിയറിംഗ് താലോയിഡ് ഓർഗാനിസം. ഓക്കെ അല്ലേ? ഇനി ആൽഗേനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പോർഷനാണ് ലൈക്കൺ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലൈക്കൺ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ആൽഗയും ഫംഗസും തമ്മിലുള്ള അസോസിയേഷനെ പറയുന്ന പേരാണ് എന്ത്? ലൈക്കൺ എന്ന് പറയുന്നത്. ആൽഗയും ഫംഗയും ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് ലൈക്കൺ. ഇറ്റ് ഈസ് ദി സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചെ. സിംബയോട്ടിക് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ്. അതായത് ആൽഗെ ഫുഡ് ഉണ്ടാക്കി ഫംഗസിന് കൊടുക്കും, ഫംഗസ് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തിട്ട് ആൽഗേന് കൊടുക്കും. അപ്പോൾ ഇവർ രണ്ടും മ്യൂച്വലി ബെനിഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്നതിനാണ് ലൈക്കൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ ആൽഗൽ കമ്പാർട്ട്മെന്റിനെ പറയുന്ന പേരാണ്, ആൽഗയുടെ പോർഷനെ പറയുന്ന പേര് ഫൈക്കോബയോണ്ട് എന്നും ഫംഗസിന്റെ പോർഷനെ പറയുന്ന പേര് മൈക്കോബയോണ്ട് എന്നുമാണ്. ഇത് പേര് വരാൻ കാരണം നമുക്കറിയുന്ന കാര്യമാണ്. സ്റ്റഡി അബൌട്ട് ആൽഗെ ഈസ് കോൾഡ് ഫൈക്കോളജി. ഫൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി അബൌട്ട് ആൽഗെ ആണ്. മൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി അബൌട്ട് ഫഞ്ചെ ആണ്. അപ്പം അങ്ങനെയാണ് ഫൈക്കോബയോണ്ടും മൈക്കോബയോണ്ടും പേര് വന്നത്, ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ലൈക്കൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അതായത് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ലൈക്കൺ വളരില്ല. അപ്പം നമുക്ക് ഒരു ലൈക്കൺ ഇല്ലാത്തൊരു പ്ലേസ് നമുക്ക് പറയാം പൊല്യൂട്ടഡ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ചില ആനിമൽസ് ഒക്കെ ഫുഡായിട്ട് ലൈക്കൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ആൽഗയിലോട്ട് വരാം. ആൽഗയിലെ സൈസ് നോക്കുകയാണെങ്കിൽ സിംഗിൾ സെല്ലുലാർ മുതൽ ലാർജ് പ്ലാന്റ് ലൈക്ക് വരെ ഉണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ സിംഗിൾ സെല്ലുലാർ ആൽഗെ എന്ന ഒരൊറ്റ സെല്ലുള്ള ആൽഗേൻ്റെ എക്സാമ്പിളാണ് ക്ലാമിഡോമോണാസ്, ക്ലോറല്ല. ക്ലാമിഡോമോണാസിൻ്റെ പിക്ചറൊക്കെ നമ്മുടെ ബുക്കിലുണ്ട്. അതുപോലെ ക്ലോറല്ലയും സിംഗിൾ സെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണ്. ക്ലോറല്ല എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആൽഗയാണ്, ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കൊളോണിയൽ ആൽഗെ എന്ന് പറയുമ്പോൾ ആൽഗെ ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നതിനെയാണ് കൊളോണിയൽ ആൽഗെ. എക്സാമ്പിൾ ഏതാ? വോൾവോക്സ് ആണ്. നമ്മുടെ ബുക്കിൽ പിക്ചർ ഉണ്ട് വോൾവോക്സിൻ്റെ. അതായത് ഇങ്ങനെ ഒരു വട്ടത്തിൽ കുറേ കോളനീസ് ഇങ്ങനെ ഒന്നിച്ച് ഗ്രൂപ്പായിട്ടാണ് ഇവർ ജീവിക്കുക. അവർക്ക് ഇങ്ങനെ ഫ്ലജലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് കൊളോണിയൽ. ഫിലമെൻറ്റസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ സ്പൈറോഗൈറ, യൂളോത്രിക്സ്. അവർ ഫിലമെൻറ്റ് പോലെയുള്ള ആൽഗയാണ്. ഓക്കെ, ഫിലമെൻറ്റ് പോലെയുള്ള ഷേപ്പിലുള്ള ആൽഗയാണ് ഫിലമെൻറ്റസ് ആയിട്ടുള്ള ആൽഗ ആയിട്ടുള്ള സ്പൈറോഗൈറ, യൂളോത്രിക്സ്. സ്പൈറോഗൈറയാണ് കേട്ടോ, സ്പൈറോലിന അല്ല. അത് സൈനോബാക്ടീരിയൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇത് സ്പൈറോഗൈറ. ഓക്കെ, പിന്നെ അടുത്തതാണ് പ്ലാന്റ് ലൈക്ക്. നമ്മൾ പറഞ്ഞ വലിയ പ്ലാന്റ് പോലെയുള്ള ആൽഗെ വരെ ഉണ്ട്. അതായത് കടലിലൊക്കെ മെറൈൻ അവിടെയൊക്കെ അങ്ങനെയുള്ള ഗ്രൂപ്പ് വലിയ ആൽഗെ കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് എന്ത്? കെൽപ്പ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ ആൽഗേൻ്റെ സൈസ് ഇങ്ങനെ പല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. സിംഗിൾ സെല്ലുലാർ മുതൽ പ്ലാന്റ് ലൈക്ക് വരെ കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ആൽഗയിലെ റീപ്രൊഡക്ഷൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നോക്കുക, ആൽഗെ 3 ടൈപ്പ് റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. ഏതൊക്കെ? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാം, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സിമ്പിളായിട്ട് ത്രൂ ഫ്രാഗ്മെൻറ്റേഷൻ.
ഫ്രാഗ്മെൻറ്റേഷൻ എല്ലാവർക്കും അറിയാം, അതായത് ആൽഗെ ഫ്രാഗ്മെൻ്റ് ആവുക, കഷ്ണങ്ങളായി പോവുകയാണെങ്കിൽ ആ ഓരോ കഷ്ണങ്ങൾക്കും ഓരോ ആൽഗെ ആയിട്ട് വളരാനുള്ള കപ്പാസിറ്റീനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ വരുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്ന മെത്തേഡാണ് സൂസ്പോർ ഫോർമേഷൻ എന്ന് പറയുന്നത്. നോക്കുക, സൂസ്പോർ വഴിയാണ് ആൽഗെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. പേര് തന്നെയുണ്ട്, സൂ സ്പോർ എന്നാണ്. സൂ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, അനിമലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമാണ് സൂ. അപ്പോൾ അനിമലിൻ്റെ പ്രത്യേകത എന്താ, പ്ലാന്റ് വെച്ചിട്ട് അനിമൽ മൂവിങ് ആണ്. ഓക്കെ, സോ സൂ സ്പോർ എന്ന് പറയുന്നത് ദേ ആർ മോട്ടൈൽ സ്പോറാണ്. മൂവ് ചെയ്യുന്നെങ്കിൽ ആ മറ്റേ സ്പോറിന് എന്ത് വേണം, ഫ്ലജല്ല വേണം. സോ ദേ ആർ ഫ്ലജല്ലേറ്റഡ് മോട്ടൈൽ സ്പോറിനെയാണ് സൂ സ്പോർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂ സ്പോർ വഴിയുമാണ് ആൽഗെ നടത്തുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. എങ്ങനെയാണ് ആൽഗയിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്? നമ്മൾ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ഫ്യൂഷൻ ഓഫ് ഗ്യാമറ്റ് ഉണ്ടാവും. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ത്രൂ ദി ഫ്യൂഷൻ ഓഫ് ഗ്യാമറ്റ്. 2 ഗ്യാമറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി അതിൽ നോക്കാം. ഓക്കെ, ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 ടൈപ്പ് ഉണ്ട്. അതായത് ഏതൊക്കെ ടൈപ്പ് ഗ്യാമറ്റ് ആണ് ഫ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് 3 ടൈപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, എക്സാമിന് ചോദിക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതൊക്കെയാ? ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗ്യാമസ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ഐസോഗ്യാമസ്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ ഐസോ മീൻസ് ഒരേപോലെ എന്നാണ്. അതായത് ഫ്യൂഷൻ ബിറ്റ്വീൻ സിമിലർ ഗ്യാമറ്റ്, ഒരേപോലെയുള്ള ഗ്യാമറ്റുകളാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ റീപ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഐസോഗ്യാമസ് എന്ന് പറയും. നോക്കുക, ഇവിടെ ഇത് നോക്ക്, ഒരേപോലെയുള്ള നോൺ മോട്ടൈൽ ആയിട്ടുള്ള 2 ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ മോട്ടൈൽ ആയിട്ടുള്ള ഒരേപോലെയുള്ള ഗ്യാമറ്റാണ് ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന റീപ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഐസോഗ്യാമസ് എന്ന് പറയും. ഇതിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ളതിന് എക്സാമ്പിളാണ് സ്പൈറോഗൈറ, നമ്മളിവിടെ പഠിച്ചത് തന്നെയാണ്. അതുപോലെ ഫിലമെൻറ്റസിന് പഠിച്ചത് തന്നെയാണ്. അതുപോലെ തന്നെ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരേപോലെയുള്ള ഫ്യൂസ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ് യൂളോത്രിക്സ് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് എന്തായാലും നോക്കി വെക്കുക, എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചോദിക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ ചോദിക്കും. ഇനി അടുത്തത് ഐസോഗ്യാമസ് കഴിഞ്ഞു. അനൈസോഗ്യാമസ് എന്ന് പറയുമ്പോൾ പേര് തന്നെയുണ്ട്, ഒരേപോലെ അല്ലാത്തത്. ഫ്യൂഷൻ ബിറ്റ്വീൻ ഡിസിമിലർ ഗ്യാമറ്റ്, സിമിലർ അല്ലാത്ത ഗ്യാമറ്റുകൾ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലാർജ് ഗ്യാമറ്റും ഒരു സ്മോൾ ഗ്യാമറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലാർജ് മോട്ടൈൽ ഗ്യാമറ്റും ഒരു സ്മോൾ മോട്ടൈൽ ഗ്യാമറ്റും. ഒന്നിലേക്ക് പക്ഷേ കേസ് എന്ന് വെച്ചാൽ 2 മോട്ടൈൽ ആവില്ല, ഒന്നില്ലെങ്കിൽ നോൺ മോട്ടൈൽ ആവും, അല്ലെങ്കിൽ 2 മോട്ടൈൽ ആവും. ഇതാണ് അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. ഒരേപോലെ അല്ലാത്ത ഗ്യാമറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതിനാണ് അനൈസോഗ്യാമസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ യൂഡോറിന എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഊഗ്യാമസ് ആണ്. ഊഗ്യാമസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഊഗ്യാമസ് ആണ്. ഊഗ്യാമസ് എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ബിറ്റ്വീൻ ലാർജ് നോൺ മോട്ടൈൽ ഗ്യാമറ്റും സ്മോൾ മോട്ടൈൽ ഗ്യാമറ്റും. വലിയ ഒരു നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാത്ത കേട്ടോ, കാരണം ഇതിന് ഫ്ലജല്ലേ ഒന്നുമില്ല, അപ്പോൾ ഇത് മൂവ് ചെയ്യില്ല. അപ്പോൾ ലാർജ് നോൺ മോട്ടൈൽ ഗ്യാമറ്റും സ്മോൾ മോട്ടൈൽ ഗ്യാമറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് ഊഗ്യാമസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിലും ഫീമെയിലുമായിട്ട് ഗ്യാമറ്റിനെ തരംതിരിച്ചിട്ടുണ്ടാവും. ലാർജ് ഗ്യാമറ്റ് എന്ന് പറയുന്ന ഫീമെയിലും സ്മോൾ ഗ്യാമറ്റ് എന്ന് പറയുന്ന മെയിലുമാണ്. അത് ഏത് കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ കേസിൽ തന്നെ എഗ് എന്ന് പറയുന്നത് ലാർജാണ്, സ്പേം എന്ന് പറയുന്നത് ഭയങ്കര മൈന്യൂട്ടാണ്. അതുപോലെ എഗ് നോൺ മോട്ടൈലാണ്, സ്പേം മോട്ടൈലാണ്. അപ്പോൾ ആ ടൈപ്പ് റീപ്രൊഡക്ഷനെ പറയുന്ന പേരാണ് ഊഗ്യാമസ് എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമറ്റ് ആൻഡ് സ്മോൾ മോട്ടൈൽ മെയിൽ ഗ്യാമറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതാണ് ഊഗ്യാമസ്. എക്സാമ്പിൾ ഏതൊക്കെയാ? വോൾവോക്സും ഫ്യൂക്കസും. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോർഷനാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. ആൽഗയിലെ ഏതൊക്കെയാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആൽഗെ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കിണ്ടത്തിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ്. സോ ഇവർ ഫോട്ടോസിന്തസിസിന് കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് ആൽഗെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എർത്തിലെ ഒരു ഹാഫ് ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടത്തുന്നതും ആൽഗയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ, വാട്ടറിലെ അക്വാട്ടിക് ഓർഗാനിസംസ് യൂസ് ചെയ്യുന്നതാണ് ഡിസോൾവ്ഡ് ഓക്സിജൻ. അപ്പോൾ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കൂട്ടാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആൽഗെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഫുഡ് ചെയിനിൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പിനെയാണ് പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അക്വാട്ടിക് ഫുഡ് ചെയിനിലേക്ക് ആദ്യത്തെ ഗ്രൂപ്പായിട്ട് വരുന്നത് ആൽഗയൊക്കെയാണ്. അപ്പോൾ ഫുഡ് ചെയിനിലെ പ്രൊഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
പിന്നെ പല ജീവികളും ഫുഡായിട്ട് ആൽഗെ ഉപയോഗിക്കുന്നുണ്ട്. ദേ ആക്ട് ആസ് ഫുഡ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അഗർ. അഗർ ഈസ് പ്രൊഡ്യൂസഡ് ഫ്രം റെഡ് ആൽഗെ. റെഡ് ആൽഗയിൽ നിന്നാണ് അഗർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഏത് റെഡ് ആൽഗയാണ്? ജെലീഡിയം ഗ്രാസിലേറിയ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ജെലീഡിയം ഗ്രാസിലേറിയ എന്ന് പറയുന്ന 2 റെഡ് ആൽഗ ഉണ്ട്. ആ റെഡ് ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് അഗർ എന്ന് പറയുന്നത്. ഈ അഗർ ഉപയോഗിക്കുന്ന ഐസ്ക്രീം ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ലാബ് എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് മീഡിയം ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അഗർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ആൽജിൻ എന്ന് പറയുന്നത്. ബ്രൗൺ ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ആൽജിൻ. കാരാജീൻ എന്ന് പറയുന്നത് റെഡ് ആൽഗയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ആൽഗെ അതിൻ്റെ പിഗ്മെൻറ്റ്, അതിൻ്റെ കളറിനനുസരിച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. അതായത് ക്ലോറോഫൈസിയെ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കും. സോ ദേ ആർ കോൾഡ് ഗ്രീൻ ആൽഗെ. ഇനി ഫിയോഫൈസിയെ എന്ന് പറയുമ്പോൾ അവരുടെ കളർ ബ്രൗൺ ആണ്. സോ ദേ ആർ കോൾഡ് ബ്രൗൺ ആൽഗെ. ദെൻ എഴുതിയത് മാറിപ്പോയി. റോഡോഫൈസി എന്ന് പറയുമ്പോൾ അവരുടെ കളർ റെഡ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് റെഡ് ആൽഗെ. അപ്പോൾ കളറിൻ്റെ ബേസിലാണ് ഈ 3 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് കളർ കിട്ടണമെങ്കിൽ അതിന് പിഗ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ ആ പിഗ്മെൻ്റ് ഒക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീൻ ആൽഗയിലുള്ള പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ ബി. ഇത് കണക്ട് ചെയ്ത് പഠിക്കണേ. ക്ലോറോഫിൽ എ ബി. ബ്രൗൺ ആൽഗയിൽ ക്ലോറോഫിൽ എ സി. റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എ ഡി. 3ലും കോമൺ ആയിട്ട് ക്ലോറോഫിൽ എ ഉണ്ട്. അപ്പോൾ എ ബി, എ സി, എ ഡി. ദെൻ നോക്കുക, ക്ലോറോഫൈസിയയിൽ എ ബി മാത്രമേ ഉള്ളൂ. ബ്രൗൺ ആൽഗയിലാണെങ്കിൽ എ സി ഉണ്ട് പ്ലസ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റും ഉണ്ട്. റെഡ് ആൽഗയിലാണെങ്കിൽ ക്ലോറോഫിൽ എ ഡി പ്ലസ് ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിഗ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈക്കോ എറിത്രിൻ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ റെഡ് ആൽഗയിലുള്ളതാണ് ഫൈക്കോ എറിത്രിൻ, ബ്രൗൺ ആൽഗയിലുള്ളതാണ് ഫ്യൂക്കോസാന്തിൻ. ഇനി ഈ 3 ഗ്രൂപ്പ് ആൽഗയിലും ഫുഡ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റ്സിൽ ഏത് രൂപത്തിലാണ്? നമുക്കറിയാം, സ്റ്റാർച്ച് രൂപത്തിലാണ്. അതുപോലെ തന്നെ ക്ലോറോഫൈസിയെ, ഗ്രീൻ ആൽഗയിൽ ഏത് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? സ്റ്റാർച്ച് രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ബ്രൗൺ ആൽഗ ആണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ലാമിനാരിൻ ആൻഡ് മാനിറ്റോൾ. ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ എന്ന് പറയുന്ന ആ രൂപത്തിലാണ് ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി റെഡ് ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന ഫോമിലാണ്. ഏതാണ്? ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന രൂപത്തിലാണ് റെഡ് ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. ഇതിലെ പിഗ്മെൻറ്റ് നോക്കുക, റിസർവ്ഡ് ഫുഡ് മെറ്റീരിയലും നോക്കുക. പിന്നെ ഈ ഒരു പോയിന്റ് കൂടി നോക്കുക. നമ്മുടെ റെഡ് ആൽഗയിൽ ഫ്ലജല്ലേറ്റഡ് സ്റ്റേജ് ആബ്സെൻ്റ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജോ ഗ്യാമറ്റോ അതൊന്നും ഉണ്ടാവില്ല. ആ ഒരു പോയിന്റ് കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് 3 ഗ്രൂപ്പ് ഓഫ് ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ള 2ാമത്തെ ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആൽഗെ കഴിഞ്ഞിട്ട് വരുന്ന ആൽഗേനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ബ്രയോഫൈറ്റിൻ്റെ കാര്യങ്ങൾ. നമുക്കറിയാം ആൽഗയിൽ അതിൻ്റെ ബോഡീനെ പറഞ്ഞത് താലസ് എന്നായിരുന്നു. കാരണം അതിൽ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. പക്ഷേ ബ്രയോഫൈറ്റിൽ എത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ വന്നു. അതായത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആണ് അവർ ആരെക്കാളും, ആൽഗേനേക്കാളും. പിന്നെ ബ്രയോഫൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ദേ ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് ദി പ്ലാൻ കിങ്ഡം. നമ്മുടെ പ്ലാൻ കിങ്ഡത്തിലെ 5 ഗ്രൂപ്പിലെ ആംഫീബിയൻസ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റിനെയാണ്. നമുക്കറിയാം ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു ഇതാണ് കൺസെപ്റ്റാണ് നമുക്കുള്ളത്. പക്ഷേ ഇതിനെ ബ്രയോഫൈറ്റിനെ ആംഫീബിയൻസ് എന്ന് പറയാൻ കാരണം ദേ നീഡ് വാട്ടർ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ വാട്ടർ അത്യാവശ്യമാണ്. മനസ്സിലായോ? അതായത് ഇവരുടെ ബ്രയോഫൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടന്നാലേ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്ത് അത്യാവശ്യമാണ്? വാട്ടർ അത്യാവശ്യമാണ്. സോ ദേ ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് ദി പ്ലാൻ കിങ്ഡം. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. അതായത് ശരിക്കുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഇല്ല, പക്ഷെ അതുപോലെയുള്ള ചെറിയ ചെറിയ സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ പേരാണ് എന്ത്? റൈസോയിഡ് എന്ന് പറയും. റൈസോയിഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മറ്റേതുപോലെ തന്നെ അബ്സോർപ്ഷൻ തന്നെ, റൂട്ട് പോലെ തന്നെ അബ്സോർപ്ഷൻ ആണ്. ദേ മേ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. യൂണിസെല്ലുലാർ റൈസോയിഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ റൈസോയിഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ബ്രയോഫൈറ്റിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുക, ബ്രയോഫൈറ്റിൻ്റെ പ്ലാൻ ബോഡി.
പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. നമുക്കറിയാം 2 ടൈപ്പ് ജനറേഷനാണുള്ളത്, ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും. ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും നോക്കാം, ഗ്യാമറ്റോഫൈറ്റും സ്പോറോഫൈറ്റും ഈ പേര് തന്നെയുണ്ട്. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ ദേ പ്രൊഡ്യൂസ് ഗ്യാമറ്റ്, സ്പോറോഫൈറ്റ് എന്ന് പറയുമ്പോൾ ദേ പ്രൊഡ്യൂസ് സ്പോർ. ഓക്കെ, ഗ്യാമറ്റോഫൈറ്റിൻ്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡും സ്പോറോഫൈറ്റിൻ്റേത് ഡിപ്ലോയിഡും ആയിരിക്കും. ഓക്കെ, ഹാപ്ലോയിഡ് ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രയോഫൈറ്റിൻ്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് ആണ്. നമ്മുടെ ടെറിഡോഫൈറ്റിൻ്റെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് സ്പോറോഫൈറ്റ് ആണ്. കാരണം അവരെ മെയിൻ പ്ലാൻ ബോഡി സ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ബ്രയോഫൈറ്റിൻ്റെ മെയിൻ പ്ലാൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാമറ്റ് ആണ്. സോ ഇറ്റ് ഈസ് കോൾഡ് ഗ്യാമറ്റോഫൈറ്റ്. ഓക്കെ അല്ലേ? ഇവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഗ്യാമറ്റ്. നമുക്കറിയാം 2 ടൈപ്പ് ഗ്യാമറ്റ് ഉണ്ട്, മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും. ഓക്കെ, മെയിൽ ഗ്യാമറ്റ് ഉണ്ടാവുന്നത് എവിടെ വെച്ചിട്ടാണ്? മെയിൽ സെക്സ് ഓർഗനിൽ വെച്ചിട്ടും ഫീമെയിൽ ഗ്യാമറ്റ് ഉണ്ടാവുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനിൽ വെച്ചിട്ടുമാണ്. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിൽ ഗ്യാമറ്റ് ഉണ്ടാവണമെങ്കിൽ അതിൽ സെക്സ് ഓർഗൻ വേണം. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റിലുള്ള 2 സെക്സ് ഓർഗൻ ആണ് ഏതൊക്കെ? ആന്തരീഡിയ ആൻഡ് ആർക്കിഗോണിയ. ആന്തരീഡിയ ആൻഡ് ആർക്കിഗോണിയ ആണ് ഇതിലുള്ള 2 സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. അതിൽ ആന്തരീഡിയ നോക്കുക, നമ്മുടെ ഒരു ഷട്ടിൽ ബാറ്റൊക്കെ പോലെ അകത്ത് കുറേ സെല്ലൊക്കെ ആയിട്ട്, ഇതാണ് മെയിൽ സെക്സ് ഓർഗൻ. ആന്തരീഡിയ എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആർക്കിഗോണിയ എന്ന് പറയുന്ന ഒരു ഫ്ലാസ്ക് ഷേപ്പ്ഡ് സ്ട്രക്ചറാണ്, അത് ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഓക്കെ അല്ലേ? ആന്തരീഡിയ, ആർക്കിഗോണിയ. ഈ ആന്തരീഡിയയിൽ നിന്നുണ്ടാവുന്നതാണ് ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം. അതായത് ആന്തരീഡിയയിൽ നിന്നുണ്ടാവുന്ന മെയിൽ ഗ്യാമറ്റിൻ്റെ പേരാണ് ആന്ത്രോസോയിഡ് ഒരു സ്പേമും, ആർക്കിഗോണിയയിൽ നിന്നുണ്ടാവുന്ന ഫീമെയിൽ ഗ്യാമറ്റിൻ്റെ പേരാണ് എഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മെയിൽ ഗ്യാമറ്റിൻ്റെ പേരെന്താ? ആന്ത്രോസോയിഡും ഫീമെയിൽ ഗ്യാമറ്റിൻ്റെ പേര് എഗ്ഗും ആണ്. ഇനി നമുക്കറിയാം ഈ ആന്ത്രോസോയിഡ് നമുക്ക് പറഞ്ഞു മറ്റേ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വാട്ടർ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉണ്ടാവുന്ന ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം വാട്ടറിൻ്റെ ഹെൽപ്പോടെ മൂവ് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് അകത്തോട്ട് കയറിപ്പോയിട്ട് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് നടക്കണമെങ്കിൽ വാട്ടർ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആംഫീബിയൻസ് എന്ന് പറയാൻ കാരണം. അങ്ങനെ മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്തു. മെയിൽ ഗ്യാമറ്റും ഫീമെയിൽ ഗ്യാമറ്റും ഫ്യൂസ് ചെയ്താൽ എന്തുണ്ടാവും? സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ടിൻ്റെ ക്രോമോസോം നമ്പർ 2n ആണ്. നമ്മൾക്ക് പിന്നെ +2 ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് റീപ്രൊഡക്ഷനിൽ. അപ്പോൾ സൈഗോട്ട് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മെയിൻ പ്ലാൻ ബോഡി ഗ്യാമറ്റോഫൈറ്റ് ആണ്, അതിന് ഗ്യാമറ്റ് ഉണ്ടാവും, അവർ ഫ്യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഫൈനലി എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്, സ്പോറോഫൈറ്റ് ഡിപ്ലോയിഡ് ആണ്. ഈ സ്പോറോഫൈറ്റ് പിന്നെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മെയിൽ സെക്സ് ഓർഗൻ ആന്തരീഡിയ ആണ്, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയ ആണ്. ആന്തരീഡിയ ഉണ്ടാക്കുന്ന മെയിൽ ഗ്യാമറ്റാണ് ആന്ത്രോസോയിഡോസ്പേമും, ആർക്കിഗോണിയ ഉണ്ടാക്കുന്ന ഫീമെയിൽ ഗ്യാമറ്റാണ് എഗ്ഗും. ഓക്കെ അല്ലേ? അത് ഫ്യൂസ് ചെയ്തിട്ടാണ് ഫൈനലി സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്പോറോഫൈറ്റ് വരെ എത്തിയില്ലേ? സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രീ ലിവിങ് അല്ല, നോൺ ഫ്രീ ലിവിങ് ആണ്. ഇതെങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ നമുക്കൊന്ന് ഇത് ചിത്രത്തിലൂടെ പറയാം. ഇപ്പം നോക്കുക, ഇത് ഒരു സ്പോറാണ്. ഓക്കെ, ഈ സ്പോർ മുളച്ചിട്ടാണ്, സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവണമെങ്കിൽ സ്പോർ മുളക്കണം. ഓക്കെ, അപ്പോൾ സ്പോർ മുളച്ചിട്ട് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഇതാണ് ഈ ഗ്യാമറ്റോഫൈറ്റ്. നമുക്കറിയാം ഇതാണ് ഗ്യാമറ്റോഫൈറ്റ്. ഗ്യാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇനി ഈ ഗ്യാമറ്റോഫൈറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇതിൻ്റെ ഈ ലീഫിൻ്റെ അകത്ത് ഈ ഭാഗങ്ങളിൽ ഗ്യാമറ്റ്സ് ഉണ്ടാവും. അതായത് എഗ്ഗും ഉണ്ടാവും, സ്പേമും ഉണ്ടാവും, ആന്ത്രോസോയിഡ് ഉണ്ടാവും. ഇവർ കൂടിച്ചേർന്നിട്ടാണ് സൈഗോട്ട് ഉണ്ടാവുന്നതും. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് എന്തുണ്ടാവും? സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഈ സ്പോറോഫൈറ്റ് ഉണ്ടാവുന്നത് ഈ ഗ്യാമറ്റോഫൈറ്റിൻ്റെ മുകളിലാണ്. ഇവിടെയാണല്ലോ ഇതിൻ്റെ സെക്സ് ഓർഗൻ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് എന്തുണ്ടാവുക? സ്പോറോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഈ പ്ലാന്റ് ഗ്യാമറ്റോഫൈറ്റ് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ഗ്യാമറ്റോഫൈറ്റ്. ഇതിൻ്റെ മുകളിൽ ആന്തരീഡിയ ആർക്കിഗോണിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് സൈഗോട്ട് ഉണ്ടായി, സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ഉണ്ടാവും. ഇതാണ് സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്, ഈ പോർഷൻ സ്പോറോഫൈറ്റ്. അപ്പോൾ നമ്മുടെ ഒരു പ്ലാന്റ്, ഈ പ്ലാന്റൊക്കെ നമ്മുടെ ചുമരിൻ്റെയൊക്കെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഗ്യാമറ്റോഫൈറ്റ് ആണ്. ഈ പോർഷൻ ഗ്യാമറ്റോഫൈറ്റ് ആണ്. അതിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ഉണ്ടാവുന്നതാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് എന്തുള്ളത്? സ്പോർ ഉള്ളത്. ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്താണ് സ്പോർ ഉള്ളത്. ആ സ്പോർ
പിന്നെ പുറത്തോട്ട് റിലീസ് ചെയ്യും. ആ സ്പോർ പിന്നെ വീണ്ടും വളർന്നിട്ടാണ് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നത്. മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? ഗ്യാമറ്റോഫൈറ്റ് ആണ്. മനസ്സിലായല്ലോ? സ്പോർ മുളച്ച് ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവും. ഇതാണ് മെയിൻ പ്ലാന്റ് ബോഡി. ഗ്യാമറ്റോഫൈറ്റ് എന്ന് ഗ്യാമറ്റ് ഉണ്ടാവും, അത് ഫ്യൂസ് ചെയ്തിട്ട് സ്പോറോഫൈറ്റ് ഉണ്ടാവും. വീണ്ടും അങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മറ്റേ ബ്രയോഫൈറ്റ് 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. ഇത് ജസ്റ്റ് പേര് മാത്രം നോക്കി വെക്കാം. ഒന്ന് ലിവർവേർഡ്സും പിന്നെ ഒന്ന് മോസസും. ഏതൊക്കെയാണ്? ലിവർവേർഡ്സും മോസസും. ഈ വ്യത്യാസത്തിന് കാരണം എന്ന് വെച്ചാൽ നോക്കാം, ഈ ഇതുപോലെ ആയിരിക്കും ലിവർവേർഡ്സ് ഉള്ളത്. ലിവർവേർഡ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡോർസി വെൻട്രലാണ്. അതായത് ഇവരൊരു മാറ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നമ്മുടെ നിലത്തിൽ ഇങ്ങനെ മാറ്റ് പോലെ ഇങ്ങനെ പടർന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് ലിവർവേർഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഡോർസി വെൻട്രൽ. മോസസ് ആണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മുകളിലോട്ട് എണീച്ച് നിൽക്കുന്ന ടൈപ്പാണ്, ഇറക്റ്റ് ആണ്. മോസസ് എന്ന് പറയുന്നത് ഇറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലിവർവേർഡ്സ് ഡോർസി വെൻട്രലാണ്, മോസസ് ഇറക്റ്റ് ആണ്. ലിവർവേർഡ്സിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ജെമ്മേ കപ്പ് എന്ന് പറയും. ദേ ഹാവ് ജെമ്മേ കപ്പ് എന്ന് പറയുന്ന ഒരു കപ്പ് ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ ജെമ്മേ കപ്പിൻ്റെ അകത്തുള്ള ഗ്രീൻ ബോഡീസ് ആണ് ജെമ്മേ എന്ന് പറയുന്നത്. ജെമ്മേ കപ്പിൻ്റെ അകത്തുള്ള ഗ്രീൻ ബോഡീസ് ഈസ് കോൾഡ് ജെമ്മേ. ആ ജെമ്മേ ഈ കാറ്റ് വഴി ഇതിന്ന് റിലീസായിട്ട് വേറെ എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ബ്രയോഫൈറ്റ് ഉണ്ടാവും. സോ ദേ ഹെൽപ്സ് ഇൻ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏത്? ജെമ്മേ. അപ്പോൾ ലിവർവേർഡ്സിലുള്ള ഒരു പ്രത്യേകതയാണ് ജെമ്മേ കപ്പ് എന്ന് പറയുന്നത്. ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇൻസൈഡ് ദാറ്റ് ജെമ്മേ ഈസ് പ്രസൻറ്റ് ആൻഡ് ജെമ്മേ ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി ജെമ്മേ കപ്പ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു ന്യൂ ബ്രയോഫൈറ്റ്. ആ ഒരു റീപ്രൊഡക്ഷനാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ജെമ്മേ കപ്പ് മോസസിൽ അങ്ങനെ കാണുന്നില്ല. ഇനി മോസസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നോർമലി നമുക്കറിയാം സ്പോറ് മുളച്ചിട്ട് ഈ മറ്റേ ഈ ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ മോസസിലൊരു പ്രത്യേകത ഉണ്ട്. സ്പോർ ഡയറക്റ്റ് മുളച്ചിട്ട് ഗ്യാമറ്റോഫൈറ്റഡ് അല്ല ആവുക. സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സ്റ്റേജ് ഉണ്ടാവും, ഒരു ക്രീപ്പിംഗ് ആയിട്ടുള്ള ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ക്രീപ്പിംഗ് സ്റ്റേജ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് പ്രോട്ടോണീമ സ്റ്റേജ്. ഫ്രീ ലിവിങ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് പ്രോട്ടോണീമ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ച്ഡ് ക്രീപ്പിംഗ് സ്റ്റേജാണ്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ മോസസിൽ സ്പോർ മുളച്ചിട്ട് ഉണ്ടാവുന്ന ഫസ്റ്റ് സ്റ്റേജാണ് പ്രോട്ടോണീമ സ്റ്റേജ്. അതിൽ നിന്നാണ് പിന്നെ ഫൈനലി നമ്മുടെ ഗ്യാമറ്റോഫൈറ്റ് ശരിക്കുള്ള ലീഫി സ്റ്റേജ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടോണീമ സ്റ്റേജിൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിൽ ദേ ആർ ക്രീപ്പിംഗ് ഫ്രീ ലിവിങ് ഗ്രീൻ കളേർഡ് സ്ട്രക്ചറാണ് പ്രോട്ടോണീമ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഫൈനലി എന്തുണ്ടാവും? ലീഫ് സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ 2 ടൈപ്പ് ബ്രയോഫൈറ്റിൻ്റെ ക്യാരക്ടേഴ്സ്, ലിവർവേർഡ്സും മോസസും. ഓക്കെ അല്ലേ? പിന്നെ ഇതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം, അത് കുഴപ്പമില്ല. എന്തായാലും ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രയോഫൈറ്റ് പല ഓർഗാനിസവും പല ജീവികളും ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സക്സഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സക്സഷൻ നമുക്കറിയാം, ഈ നമ്മുടെ ഒന്നുമില്ലാത്ത പാറയുടെ മുകളിൽ ഏതെങ്കിലും ആദ്യം ലൈക്കൺ വരും, ലൈക്കണിനോടൊപ്പം ഈ നമ്മുടെ ബ്രയോഫൈറ്റ് ഒക്കെ വരും. ഈ ബ്രയോഫൈറ്റ് ചില കെമിക്കലൊക്കെ അവിടെ സെക്രീറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? പാറയിൽ നിന്ന് കുറച്ച് സോയിൽ ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹയർ പ്ലാന്റ്സ് വരും. അങ്ങനെ ഫൈനലി അവിടെ പ്ലാന്റിന് ജീവിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ സക്സഷൻ എന്ന് പറയുന്നത്. ആ സക്സഷൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്രയോഫൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഉടയുന്ന സാധനങ്ങളൊക്കെ, ഗ്ലാസ് വേസ് ഒക്കെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ ലിവിങ് മെറ്റീരിയൽ, പ്ലാന്റിൻ്റെ കട്ടിങ്സ് ഒക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ഈ നമ്മുടെ ബ്രയോഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ലിവർവേർഡ്സ് ഒക്കെ ഒരു മാറ്റ് പോലെയാണ് കിടക്കുന്നത് സോയിലിൻ്റെ മുകളിൽ. അപ്പോൾ അത് കൂടി ആ മറ്റേ അപ്പർ സോയിൽ ഇങ്ങനെ എന്ത് ചെയ്യില്ല, മറ്റേ മണ്ണൊലിപ്പിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് ലയറിങ്. നമുക്കറിയാം ലയറിങ് എന്ന് പറയുന്നത് ബാർക്കിൻ്റെ ഒരു കുറച്ച് റീജിയൻ റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും സോയിലൊക്കെ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. അവിടെ ലയറിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഈ ബ്രയോഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്രയോഫൈറ്റ് വെച്ചിട്ട് ഒരു കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റൂട്ടൊക്കെ വരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ബ്രയോഫൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ആൽഗെ എന്താണെന്ന് പഠിക്കുക, ആൽഗയുടെ 3 ഗ്രൂപ്പും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, റീപ്രൊഡക്ഷനും നോക്കുക. ബ്രയോഫൈറ്റിൻ്റെ ഇതുപോലെ തന്നെ 2 ടൈപ്പ് നോക്കുക, ലിവർവേർഡ്സും മോസസും. പിന്നെ അതിൻ്റെ റീപ്രൊഡക്ഷൻ, ആന്തരീഡിയ, ആർക്കിഗോണിയ, ആ കാര്യങ്ങളും ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.